വീണ്ടും ധൂർത്തമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു 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 പഴഞ്ചൊല്ലുണ്ട്, ചത്താലും ചമഞ്ഞ് കിടക്കുക. അപ്പോൾ കേന്ദ്രം ആ നിലയ്ക്ക് കഴുത്തു ഞെരിച്ചുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിൽ കഴിയുകയാണെന്ന് ആവർത്തിച്ച് സർക്കാർ പറയുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനക്ഷേമ പദ്ധതികൾ മുഴുവനും ആ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ ബുദ്ധിമുട്ടിനിടയിൽ ഈ കോൺസെപ്റ്റ് നല്ലതാണ്, കേരളത്തിൻ്റെ സംസ്കാരം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക, അല്ലേ? അപ്പോൾ അങ്ങനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ സമയമാണോ ഇത് എന്നുള്ളതാണ് പ്രശ്നം. ഇത് ആദ്യഘട്ടത്തിലും ആ പ്രശ്നം ഉയർന്നതാണ്, ഇപ്പോഴും ആ പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം ഇതിലെ സുതാര്യത തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 27.12 കോടിയാണ് സർക്കാർ വകയിരുത്തിയത്. പിന്നെ ഒരു 10 കോടി കൂടി കൊടുക്കുന്നു. അപ്പോൾ വിവിധ വകുപ്പുകൾക്ക് സെമിനാറുകൾ നടത്താൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാമെന്ന് പറയുന്നു. അപ്പോൾ പ്ലാൻ പ്രോജക്റ്റുകൾ ഓരോ വർഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ലക്ഷം വരെയാണ് സെമിനാർ ഓർഗനൈസ് ചെയ്യാൻ മാത്രമായിട്ട് കൊടുത്തത്. 44 വകുപ്പുകളുണ്ട്. 44 വകുപ്പുകൾക്ക് ഏകദേശം എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ 2.5 കോടി സെമിനാറിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സെമിനാർ നടത്താത്തവർക്ക് 4 ലക്ഷം, സെമിനാർ നടത്തുന്നവർക്ക് 7 ലക്ഷം വരെ, അങ്ങനെയൊക്കെയാണ് കണക്കിട്ടിരുന്നത്. ഏതായാലും അന്നും സ്പോൺസർഷിപ്പിൻ്റെ വിഷയം വന്നിരുന്നു. വിവിധ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർമാരടക്കം ഈ സ്പോൺസർമാരെ തേടി അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സ്പോൺസർമാർ വരുമ്പോൾ അവർ ഇങ്ങനെ സൗജന്യമായി ഉദാരമായി കൊടുക്കുമോ? അവർക്ക് തിരിച്ചെന്താണ് കിട്ടേണ്ടതെന്നുള്ള ആവശ്യം അവിടെ വന്നിരിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ഇതൊക്കെ പോട്ടെ, എത്ര ചിലവായി, അപ്പോൾ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം, എന്ത് നേട്ടമുണ്ടായി തുടങ്ങിയ കണക്കുകൾ ചോദിക്കുമ്പോൾ കണക്കുകൾ കഴിഞ്ഞ ജൂൺ വരെ നിയമസഭയിൽ ആ ചോദ്യം ഉയർന്നിട്ടുണ്ട്. നിയമസഭയിൽ അതിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. വലിയ നേട്ടമുണ്ടായി എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ കണക്കുകൾ എന്ന് ആ കണക്കുകൾ കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ KN ബാലഗോപാലാണ് പറഞ്ഞത്, പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചക്കകം പൂർണ്ണമായ കണക്ക് പുറത്തുവിടുമെന്ന്. എപ്പോഴാണ് പറഞ്ഞത്? കഴിഞ്ഞ വർഷം. അപ്പോൾ ആ പൂർണ്ണമായ കണക്ക് പിന്നീട് സഭയിൽ ഈ ജൂണിൽ ചോദിച്ചപ്പോൾ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സ്പോൺസർമാർ ആരൊക്കെയാണ്? അതിലും കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അപ്പോൾ നമ്മളറിയാത്ത ആരൊക്കെയാണ് സ്പോൺസർമാരായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ട്. അതൊക്കെ സമരങ്ങളുടെ കാലമായിരുന്നു. ആ സമരങ്ങളുടെ കാലം കഴിഞ്ഞ് പിന്നെ തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആളുകൾ സമരം നടത്തുന്ന ഘട്ടത്തിൽ അതിനോട് എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നൊക്കെ വിഷയമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം വീണ്ടും അതേ പരിപാടി ഇപ്പോൾ നടത്താൻ മാത്രം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഉണർവുണ്ടായോ? നല്ല മാറ്റമുണ്ടായോ? അപ്പോൾ അതറിയണ്ടേ. ഇതിപ്പോൾ ചടങ്ങ് പോലെ കഴിഞ്ഞ തവണ നടത്തിയത് ഞങ്ങൾ ഇപ്പോഴും നടത്തും എന്നുള്ളൊരു വാശിപ്പുറത്താണോ അത് നടത്തുന്നൊരു സംശയമുണ്ട്. ഇത് ഇപ്പോൾ നടത്തേണ്ട സമയമാണോ എന്ന സംശയമുണ്ട്. കഴിഞ്ഞ തവണ അത് പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു. പക്ഷേ മണിശങ്കർ അയ്യർ പരിപാടിക്ക് വന്നിരുന്നു. മണിശങ്കർ അയ്യർ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ടൊക്കെയാണ് പോയത്. പിന്നെ അദ്ദേഹം എല്ലാ കാലത്തും വിവാദങ്ങളുടെ തോഴനായതുകൊണ്ട് പറയാൻ പറ്റില്ല. അദ്ദേഹം പഞ്ചായത്ത് രാജ് മന്ത്രി ആയതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സെമിനാറിൽ പങ്കെടുക്കാൻ വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ പരിപാടി നടത്തേണ്ട സമയമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ മുൻഗണനാക്രമം പാർട്ടി നിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ പിന്നീട് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞങ്ങൾ കൂടെ നിൽക്കും, എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശം നൽകും. ഒരു ഉപദേശകൻ്റെ റോളിലാണ് പാർട്ടി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഉപദേശം ഇക്കാര്യത്തിൽ എന്താണ്? ഇപ്പോൾ നടത്താൻ പറ്റിയ സമയമാണെന്നാണോ? ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡിസംബറാണ്, എന്നാൽ പോലും അതിന് പറ്റിയ സമയമെന്നാണോ? ഒരേ സമയം കേന്ദ്രം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, നമുക്ക് നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയില്ല എന്നൊരവസ്ഥ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പോകുന്നു. അപ്പുറത്ത് സ്പോൺസർഷിപ്പ്, പൂർണ്ണമായും സ്പോൺസർഷിപ്പിലാണോ? അങ്ങനെയാണ് അന്നും അങ്ങനെ തന്നെ പറഞ്ഞതേ. അന്ന് അങ്ങനെ പറയുമ്പോഴും സംസ്ഥാനം ഇത്ര കോടി വകയിരുത്തിയിട്ടുണ്ട്, പിന്നീട് 10 കോടി വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പ് ആകുമ്പോൾ അതിൽ സുതാര്യത വേണം. അങ്ങനെ ഒരു സുതാര്യതയില്ല. ഈ കോൺസെപ്റ്റൊക്കെ നല്ലതാണ്, പക്ഷേ അത് എപ്പോൾ നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ നടത്താൻ പറ്റിയ സാഹചര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ധൂർത്ത് തന്നെയാണ്. Meet the editors.